ഫ്രണ്ട്സ്, IBPS പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് പ്രൊബേഷണറി ഓഫീസർ, അതുപോലെ മാനേജ്മെന്റ് ട്രെയിനി എന്ന് പറയുന്ന പെർമനന്റ് വേക്കൻസിയിലേക്കാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള വിവിധ ബാങ്കുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഒരു ബിരുദമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏതൊക്കെ ബാങ്കുകളാണ് ഇതിൽ പങ്കെടുക്കുന്നതെന്ന് വ്യക്തമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കാണാം ബാങ്ക് ഓഫ് ബറോഡ, കനറ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂക്കോ ബാങ്ക്, ദെൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ദെൻ അതോടൊപ്പം തന്നെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇന്ത്യൻ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ഈ തുടങ്ങിയിട്ടുള്ള നമ്മുടെ കേരളത്തിലൊക്കെ നിശ്ചിതമായുള്ള വേക്കൻസികളുണ്ട്. അപ്പോൾ 4000-ന് മുകളിലുള്ള വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇത്തരം ബാങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ഥിര ജോലി എന്താണ് നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഒരു സാധ്യതയാണ്. ജസ്റ്റ് ഒരു എക്സാം കാര്യങ്ങളുണ്ടോ അതിലേക്ക്, പ്രിലിമിനറി എക്സാമും അതുപോലെ നിങ്ങൾക്ക് ഈ പറയുന്ന മെയിൻ എക്സാമും ഉണ്ടാകും. 2 എക്സാം ഉണ്ടായിരിക്കും കേട്ടോ. അതിലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് 67K സബ്സ്ക്രൈബറായി മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ നല്ലൊരു സപ്പോർട്ട് ഉണ്ട്. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്, അതുകൊണ്ടാണ് ജസ്റ്റ് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത്. നിങ്ങൾ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു 100Kയിലേക്ക് എത്തിക്കാൻ പറ്റും നമ്മുടെ ചാനൽ. ഓക്കെ, അപ്പോൾ നമുക്കതിലൊരു അഭിമാനമാണല്ലോ ഒരു 100K ഒക്കെ അറ്റ്ലീസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ടുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കൂടെ കാണാം, ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്കൂടെ കാണാം കോമൺ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് ഫോർ റിക്രൂട്ട്മെൻറ്റ് ഓഫ് പ്രൊബേഷണറി ഓഫീസർ ഓർ മാനേജ്മെൻറ്റ് ട്രെയിനീസ് ഇൻ പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക്സ്. അപ്പോൾ ഏതൊക്കെ ബാങ്കുകളാണ് നമ്മൾ പറഞ്ഞത്, ഇത്തരം നാഷണലൈസ്ഡ് ബാങ്കുകളിലേക്കുള്ള വേക്കൻസികളാണ്. നമ്മുടെ എന്താണ് കേരളത്തിലൊക്കെ നിശ്ചയമുള്ള വേക്കൻസികൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 1 മുതൽ നിങ്ങൾക്ക് 21 വരെ അപേക്ഷ നൽകാനുള്ള സമയമുണ്ട്. ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫീ അടയ്ക്കേണ്ട ഡേറ്റും അങ്ങനെ തന്നെയാണ്, സെയിം ഡേറ്റ് ആണ്. പിന്നെ SC/ST അതുപോലെ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്കൊക്കെ എന്താണ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഉണ്ടായിരിക്കും. അത് സെപ്റ്റംബറിലായിരിക്കും നടക്കുക. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെയുള്ള മൈനോറിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു SC/ST കാറ്റഗറിക്ക് ആണെങ്കിൽ അവർ എന്ത് ചെയ്യണം, ഓൺലൈൻ അപേക്ഷിക്കുന്ന സമയത്ത് ആ കണ്ടീഷൻ ആ കാര്യങ്ങൾ അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ യെസ് ഓർ നോ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ യെസ് കൊടുത്തിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഇനി നിങ്ങൾക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ഇതിൻ്റെയൊക്കെ ഡേറ്റും വ്യക്തമായിട്ട് ഇതിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ ഡേറ്റ് വെച്ചിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇതിലേക്കുള്ള കോൾ ലെറ്റർ കാര്യങ്ങളൊക്കെ വരുന്ന ഒക്ടോബറിലായിരിക്കും. പ്രിലിമിനറി എക്സാമിനേഷൻ നടക്കുന്നത് ഒക്ടോബർ മാസമായിരിക്കും കേട്ടോ. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും മെയിൻ എക്സാമിന് ഷോർട്ട് ലിസ്റ്റ് ഉണ്ടായിരിക്കുക. അങ്ങനെ ഇതിൻ്റെ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ റിസൾട്ട് ഒക്ടോബർ നവംബറിൽ തന്നെ എക്സാം റിസൾട്ടും വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന IBPS ആണ് ഇത്തരം ബാങ്കുകളിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ഒക്കെ നടത്തുന്നത്. അതിൻ്റെ എക്സാം ഡേറ്റ് ഒക്കെ അങ്ങനെ എന്താണ് കറക്റ്റായിട്ട് തന്നെ വരാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഈ പറയുന്ന മെയിൻ എക്സാമിനേഷൻ്റെ കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്യുന്നത് നവംബറിലായിരിക്കും. എക്സാമിനേഷൻ നടക്കുന്നത് നവംബറിൽ തന്നെ എക്സാം ഉണ്ടായിരിക്കും. അതിൻ്റെ റിസൾട്ടും എന്തായിരിക്കും, ഡിസംബർ 2024 അല്ലെങ്കിൽ ജനുവരി 2025 തന്നെ റിസൾട്ടും വരും. അത് കഴിഞ്ഞിട്ട് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. അത് നമുക്ക് ജനുവരി ഫെബ്രുവരിയിൽ 2025 ഇതിൻ്റെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഏപ്രിൽ 25 ലിസ്റ്റും വരും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു 6 മാസത്തിൻ്റെ ഉള്ളിൽ എന്താണ് നമുക്ക് നല്ല രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരു ജോലി തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യണം. വെറുതെ നമ്മൾ പഠിച്ച് പോയിട്ട് അല്ലെങ്കിൽ വെറുതെ നമ്മൾ നോക്കാതെ പോയി എഴുതിയിട്ട് എക്സാം എന്താണ് നമുക്ക് എഴുതാൻ പറ്റുന്നൊരു എക്സാം ഒന്നല്ല. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ പോകുന്നത് വേണം. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഏജ് ലിമിറ്റ് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. 1/8/2024 എന്ന് പറയുന്ന ഡേറ്റിലേക്ക് നിങ്ങൾക്ക് 20 വയസ്സ് കഴിഞ്ഞിരിക്കണം, 20 വയസ്സ് പൂർത്തിയായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. അതുപോലെ നിങ്ങൾക്ക് 30 വയസ്സ് കഴിയാനും പാടില്ല എന്നുള്ളതാണ്. മാക്സിമം ഏജ് ലിമിറ്റ് 30 ആണ്. SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC NCL കാൻഡിഡേറ്റ്സ്, നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 33 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാവുന്നതാണ്. PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10 വർഷം വരെ അവർക്ക് ഏജ് റിലാക്സേഷൻ്റെ എക്സ് സർവീസ്മാനും അതുപോലെ ഇങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഏജൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കുന്നതിന് നമ്മുടെ സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് വ്യക്തമായിട്ട് നമ്മൾ ടൂളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈസി ടൂൾസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഏജൊക്കെ എത്രയാണെന്ന് ജസ്റ്റ് മന്ത് ഡേ ഒക്കെ കാണാൻ പറ്റും കേട്ടോ. അതിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്, എലിജിബിൾ ആണോ നോക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടായിരിക്കുക, അതായത് ഏതെങ്കിലും വിഷയത്തിലൊരു ബിരുദം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് എന്താണ് ഒരു ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് ഏത് വിഷയത്തിലാണെങ്കിലും പ്രശ്നമില്ല. നിങ്ങളൊരു ഗ്രാജുവേഷൻ കഴിഞ്ഞു, നീ പ്രൊഫഷണൽ ആണോ നോൺ പ്രൊഫഷണൽ ആണോ ഒന്നും പ്രശ്നമില്ല. നിങ്ങൾക്ക് എന്താണ് ഏതെങ്കിലും ഒരു രീതിയിൽ ഡിഗ്രി ഉണ്ടോ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി അതോടൊപ്പം ഇതിലേക്ക് അപേക്ഷ ഫീസ് ഉണ്ട്. SC/ST കാൻഡിഡേറ്റ്സ്, PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 175 രൂപയാണ് അപേക്ഷ ഫീസ് വരുന്നത്. ബാക്കി എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും 850 രൂപ എന്താണ് നമ്മൾ ഫീ ആയിട്ട് അടയ്ക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്കീം ഓഫ് എക്സാമിനേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്രിലിമിനറി എക്സാമിനേഷനിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിംഗ് എബിലിറ്റി ഒക്കെയാണ് വരുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻ നമ്പറും അതുപോലെ മാർക്കിൻ്റെ വെയിറ്റേജ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ടൈമൊക്കെ ഇതിൽ കൊടുക്കുന്നത്. അങ്ങനെ 100 ക്വസ്റ്റ്യൻ 100 മാർക്കാണ് വരുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കാൻ മെയിൻ എക്സാമിനേഷനുള്ള. അപ്പോൾ മെയിൻ എക്സാമിനേഷനിൽ വരുന്നത് ഒബ്ജക്റ്റീവും വരുന്നുണ്ട്. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ്, അത് essay റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ വരും അതിൽ. അപ്പോൾ അതിൻ്റെ വെയിറ്റേജും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ കേരളത്തിലേക്ക് നമുക്ക് എക്സാം സെൻറ്റർ ഉണ്ട് എന്നുള്ളതാണ്.
പിന്നെ ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് കൂടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കൂടെ കാണാം. ബാങ്ക് ഓഫ് ബറോഡയിൽ ഈ NR എന്ന് കാണുന്നത് അവർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ മീനിങ് അവിടെ വേക്കൻസി ഇല്ല എന്നല്ല. അപ്പോൾ 2024, 25, 26 ഏകദേശം ഒരു വേക്കൻസിയാണ്. വേക്കൻസി കൂടാനാണ് സാധ്യത കേട്ടോ. ഓക്കെ, അപ്പം പല ബാങ്കുകളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റിപ്പോർട്ട് ചെയ്ത ബാങ്കുകളുടെ എണ്ണം അവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ ബാങ്ക് ഓഫ് ഇന്ത്യയിലാണെങ്കിൽ 885 വേക്കൻസി ഉണ്ട്. ദെൻ കനറ ബാങ്കിൽ നിലവിൽ 780 വേക്കൻസി ഉണ്ട്. ദ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലാണെങ്കിൽ 2000 വേക്കൻസി ഉണ്ട്. ദെൻ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ആണെങ്കിൽ 260 വേക്കൻസി ഉണ്ട്. അപ്പോൾ ടോട്ടൽ വേക്കൻസിയാണ്. റിസർവ്ഡ് വേക്കൻസികളൊക്കെ SC, OBC ഒക്കെ വേക്കൻസിയൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ദെൻ നിങ്ങൾക്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ 200 വേക്കൻസി, ദെൻ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിൽ 360, അങ്ങനെ ആകെ മൊത്തം 4455 വേക്കൻസികളാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. NR എന്ന് കാണുന്നത് ഇത് വേക്കൻസി അവർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ മീനിങ് അവിടെ വേക്കൻസി ഇല്ല എന്നല്ല, വേക്കൻസി ഉണ്ടായിരിക്കും എന്നുള്ളതിനാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് വീണ്ടും എന്ത് ചെയ്യും, ഇപ്പോൾ അടുത്ത ഈ എക്സാം ഒക്കെ ആകുന്ന സമയത്തേക്കൊക്കെ എന്തെങ്കിലും വേക്കൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ മേ ബി അവിടെ റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട്, നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഇതുവരെ വേക്കൻസി ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഭാവിയിൽ എന്തെങ്കിലും വേക്കൻസി വരാം, നമ്മൾ എക്സാം ഒക്കെ എഴുതി അല്ലെങ്കിൽ ആ സമയത്തേക്കൊക്കെ വേക്കൻസി വരാൻ സാധ്യതയുണ്ട്. ഇനി ഇതിൻ്റെ പ്രിലിമിനറി എക്സാമിനേഷന് ഉള്ള സെൻറ്ററും മെയിൻ എക്സാമിനേഷൻ സെൻറ്ററുമാണ് പറയുന്നത്. കേരളത്തിലാണെങ്കിൽ പ്രിലിമിനറി എക്സാമിനേഷൻ കാരണം ആലപ്പുഴ, കണ്ണൂർ, എറണാകുളം, കോട്ടയം, കൊല്ലം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂരൊക്കെ ഉണ്ട്. മെയിൻ എക്സാം ആണെങ്കിൽ എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം 3 ജില്ലകളിലാണ് മെയിൻ എക്സാം ഉണ്ടായിരിക്കുക. പ്രിലിമിനറി ഇത്രയും ജില്ലകളിലുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ബാക്കിയുള്ള സ്റ്റേറ്റിൻ്റെ ഒക്കെ ഒരു സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള എക്സാം സെൻറ്റർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, പിന്നെ ഇതിലേക്ക് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ചില ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യണം. ഒന്ന് നമ്മൾ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ അപ്ലോഡ് ചെയ്യണം, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു നിശ്ചയമായുള്ള സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യുക. ഇൻസ്റ്റയുടെ ലിങ്ക് ഒക്കെ താഴെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. ഫോട്ടോഗ്രാഫ് ആണെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ പറയുന്നത് 200 to 230 പിക്സൽ ആയിരിക്കണം. 20 KB 50 KB ഇടയിലായിരിക്കണം ഫയൽ സൈസ്. അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സൈറ്റിൽ തന്നെ ഈസി ടൂളിൽ നിങ്ങൾക്ക് എന്തുണ്ട്, ഈ പറയുന്ന ഫോട്ടോഗ്രാഫ് എന്താണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഈസി ടൂൾസ് ജസ്റ്റ് ഇവിടെ കാണാം. ഈസി ടൂളിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ഫോട്ടോ എഡിറ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഫോട്ടോ എഡിറ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ സെലക്ട് ഫയൽ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, സെലക്ട് ഫയൽ എന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഏതെങ്കിലും ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് എന്താ ജസ്റ്റ് ഇതിലേക്ക് അതിൻ്റെ ഡയമെൻഷനും അതിൽ നിങ്ങൾക്ക് എത്രയാണ് ഔട്ട് വേണ്ടത്, എത്ര KB വേണം എന്നൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഉള്ള ആ ഒരു ഫയൽ സൈസിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. KB കൂടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കണ്ടീഷനിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അതിൻ്റെ പിക്സലൊക്കെ കറക്റ്റ് കൊടുത്ത് നിങ്ങൾക്ക് അതിൻ്റെ സൈസൊക്കെ മാറ്റാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളൊരു സ്കാൻ ചെയ്ത ഫോട്ടോഗ്രാഫ് ഇതിൽ അപ്ലോഡ് ചെയ്യണം. അത് കൂടാതെ നമ്മൾ ലൈവായിട്ട് എന്ത് ചെയ്യണം, ഫോട്ടോ ക്യാപ്ചർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫേസ് നല്ല രീതിയിൽ കവർ ചെയ്യുന്ന രീതിയിൽ നല്ല വെളിച്ചത്തിരുന്ന് നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ ക്ലീൻ ആക്കി നമ്മൾ എന്ത് ചെയ്യണം, ഒരു നീറ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫോട്ടോ എന്ത് ചെയ്യണം, ലൈവായിട്ട് ഫോട്ടോ എടുക്കണം. അത് ഈ പറയുന്ന നമ്മുടെ മൊബൈൽ അല്ലെങ്കിൽ വെബ്കാം യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഫോട്ടോ എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ അതും ഇതിൻ്റെ കൂടെ ചെയ്യേണ്ടതാണ് കേട്ടോ. എക്സ്ട്രാ നമ്മളൊരു ഫോട്ടോ ഇതിൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ലൈവായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫോട്ടോ ക്യാപ്ചർ ചെയ്യണം. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മീൻസ് നമ്മൾ ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ആ ഭാഗത്ത് ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവും, ലൈവ് ക്യാപ്ചർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫോട്ടോ അപ്പം തന്നെ ലൈവായിട്ട് നിങ്ങൾ എടുക്കണം എന്നുള്ള കണ്ടീഷനാണ്. അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനടുത്ത സിഗ്നേച്ചറാണ് 140x60 പിക്സലായിരിക്കണം. അതിൻ്റെ ഫയൽ സൈസ് 10 KB 20 KB ഇടയിലായിരിക്കണം. ലെഫ്റ്റ് തമ്പ് ഈ സിഗ്നേച്ചറൊക്കെ നമ്മുടെ ഈ പറയുന്ന ഈസി ടൂൾ ഇട്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. സൈസ് അതിൻ്റെ ഡയമെൻഷനൊക്കെ കറക്റ്റ് ആക്കാൻ പറ്റും. പിന്നെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ നമ്മൾ എന്ത് ചെയ്യണം, 250 to 250 ആ ഒരു ഡയമെൻഷനിൽ 20 KB 50 KB ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് സ്കാൻ ചെയ്ത് ഒക്കെ നമ്മൾ മൊബൈലിൽ ഫോട്ടോ എടുത്താൽ മതി. നമ്മുടെ തമ്പിൽ ജസ്റ്റ് മഷിയാക്കിയിട്ട് ജസ്റ്റ് ഇംപ്രഷൻ നമ്മളൊരു വൈറ്റ് പേപ്പറിലാക്കിയിട്ട് അത് എന്ത് ചെയ്താൽ മതി, ഇത് നമ്മൾ ഈ പറയുന്ന എന്താണ് സൈസിലേക്ക് ആക്കിയിട്ട് നമ്മളത് ക്രോപ്പ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ സിഗ്നേച്ചർ കൊടുക്കുകയാണെങ്കിൽ ബ്ലാക്ക് ഇങ്ക് പെന്നായിരിക്കണം കേട്ടോ. വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് ആയിരിക്കണം, ബ്ലൂ പറ്റില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷനാണ്. ആ ഡിക്ലറേഷൻ ഇതാണ് നമ്മളൊരു വൈറ്റ് പേപ്പറിൽ ഇതേപോലെ നമ്മൾ എഴുതുക. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേര് എഴുതുക, ബാക്കിയൊക്കെ ഇതേപോലെ എഴുതുക. എന്നാലും നമ്മൾ എന്ത് ചെയ്യുക, സ്കാൻ ചെയ്യുക. 800 x 850 ആയിരിക്കണം ഡയമെൻഷൻ, 50 KB 100 KB ആയിരിക്കണം ഫയൽ സൈസ് വരേണ്ടത്. ഓക്കെ, പിന്നെ നമ്മളുടെ എന്താണ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ PDF ആയിട്ടും ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പം വലിയ രീതിയിലുള്ള ഒരു ഫോം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തുതരാം, നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി SC/ST കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയാണ് ഇതേ രീതിയിലുള്ള സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, സെൻട്രൽ ഗവൺമെൻറ് പർപ്പസ് ഉണ്ടെങ്കിൽ അതിനെ വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ രീതിയിലുള്ള മാതൃകകൾ സർട്ടിഫിക്കറ്റ് എടുത്തെങ്കിൽ മാത്രമേ റിസർവേഷൻ കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ,
ഇനി OBC ആണെങ്കിൽ OBC നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ്സ് തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയാണ്. അപ്പം നമുക്ക് റിസർവേഷൻ കിട്ടണമെങ്കിൽ ഇത് വേണം, ഇല്ലെങ്കിൽ നമ്മൾ ജനറൽ കാൻഡിഡേറ്റ്സ് ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുക. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഓൺലൈൻ അപേക്ഷിക്കുന്ന സമയത്ത് OBC NCLൊക്കെ വെച്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഈ വാലിഡ് ആയിട്ടുള്ള രീതിയിൽ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ അപേക്ഷ റിജക്റ്റ് ആവട്ടോ. പിന്നെ EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയാണ്. ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ മുൻപ് എടുത്ത വാലിഡ് ആയിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് അവരുടെ സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞ ലിങ്ക് തരുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിലേക്കായിരിക്കും നിങ്ങൾ വരിക. IBPS നിങ്ങൾ കാണാം, CRP എന്ന് പറഞ്ഞിട്ട് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരിക. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കാണാം. ഇതിൽ അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ക്ലിക്ക് ചെയ്യുന്ന കൊടുത്താൽ അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്കായിരിക്കും കേട്ടോ വരിക. ഓക്കെ, ഈ പേജിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ. ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ന്യൂ രജിസ്ട്രേഷനുള്ള ബട്ടൺ ഇവിടെ ഉണ്ട്. ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്താൽ നമുക്ക് ലോഗിൻ ചെയ്യാം. നമ്മുടെ രജിസ്റ്റർ നമ്പറും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റും ഓൺലൈൻ ഡേറ്റും സ്റ്റാർട്ടിംഗ് ഡേറ്റൊക്കെ ഞാൻ പറഞ്ഞു. ഇനി ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ബേസിക് ഇൻഫോസ് ഇങ്ങനെ കൊടുക്കാം. അതിനുശേഷം ഫോട്ടോസ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാം. പിന്നെ മറ്റു ഡീറ്റെയിൽസ് ദെൻ പ്രിവ്യൂ ചെയ്യാം. ദെൻ മറ്റു ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനും ഡിക്ലറേഷനൊക്കെ അപ്ലോഡ് ചെയ്യാം. ദെൻ പേയ്മെൻറ്റ് ലാസ്റ്റ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഘട്ടം. ദെൻ സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് അടിച്ച് പോകാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. അതല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും ടെക്നിക്കൽ സപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ പറയുന്ന ഇൻസ്റ്റയിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതമായി ചോദിച്ച് സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ നല്ല ക്ലിയർ വേണം കേട്ടോ. എനിക്ക് സൂം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അയക്കാൻ പറ്റണം, എന്നാലേ എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇനി അതെല്ലാം നമ്മൾ ചെയ്തു തരണമെങ്കിൽ നമുക്കൊരു സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇൻസ്റ്റയുടെ ലിങ്ക് താഴെ ഉണ്ടായിരിക്കും, ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ GOC എജുലാൻഡ് തന്നെയാണ് നമ്മുടെ ചാനലിൻ്റെ പേരാണ്. ഇൻസ്റ്റയുടെ IDയുടെ പേരും ജസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്താൽ നമ്മുടെ ചാനൽ കിട്ടും. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് മാക്സിമം തന്നെ കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഷെയർ ചെയ്യാം. നമ്മുടെ ചാനൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം, നല്ലൊരു സപ്പോർട്ട് ചെയ്യാം. താങ്ക്